ഇടമലയാർ താളുംകണ്ടത്ത് കാട്ടാനക്കൂട്ടം ഓട്ടോറിക്ഷ തകർത്തു. ആനക്കൂട്ടം വഴിയിൽ നിലയുറപ്പിച്ചതിനാൽ ഓട്ടോറിക്ഷ കൊണ്ടുപോരാനാകാതെ ഡ്രൈവർ അനിൽകുമാർ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. വെള്ളിയാഴ്ച രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് തകർന്ന നിലയിൽ ഓട്ടോറിക്ഷ കാണുന്നത്. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടതിലുള്ള വേദനയിലാണ് അനിൽകുമാർ. ഓട്ടത്തിനിടെ നിരവധി തവണ ആനകളെ കണ്ടിട്ടുണ്ടെങ്കിലും ആക്രമണം ആദ്യമായാണെന്ന് അനിൽകുമാർ പറഞ്ഞു. ഇടമലയാർ താളുംകണ്ടം റോഡിൽ വ്യാഴാഴ്ച രാത്രിയിലാണ് ആനക്കൂട്ടം ഓട്ടോറിക്ഷ തകർത്ത് തരിപ്പണമാക്കിയത്. വടാട്ടുപാറ കട്ടക്കയത്ത് അനിൽകുമാറിന്റെ ഓട്ടോറിക്ഷയാണിത്. താളുംകണ്ടം ആദിവാസി നഗറിലേക്ക് ഓട്ടം പോയി മടങ്ങുമ്പോഴാണ് അനിൽകുമാർ ആനക്കൂട്ടത്തിന്റെ മുമ്പിൽപ്പെട്ടത്. മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അനിൽകുമാർ ഓടി രക്ഷപ്പെട്ടു. ആനക്കൂട്ടം അവിടെ തന്നെ നിലയുറപ്പിച്ചതിനാൽ വാഹനം എടുക്കാതെ അനിൽകുമാർ വീട്ടിലേക്ക് മടങ്ങി. വെള്ളിയാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് ചങ്ക് തകരുന്ന കാഴ്ച അനിൽകുമാർ കാണുന്നത്. കോതമംഗലം പോയി തിരിച്ച് പോയി അവരെ കൊണ്ടുപോയി വിട്ട് വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ തിരിച്ച് വന്ന വഴിക്കാണ് ആന വന്നത്. ആന വന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. പിന്നെ വണ്ടി തന്നെയായിരുന്നു വണ്ടി. പിന്നെ ആന ഞാനവിടെ നിന്നില്ല. പിന്നെ ചെന്ന് നോക്കുമ്പോൾ വണ്ടി തകർത്തിട്ടാക്കണതാണ് കാണുന്നത്. വലിയ ഒത്തിരി ആന ഉണ്ടായിരുന്നു, കുഞ്ഞും തള്ളയും ഒക്കെ. വണ്ടി പൂർണ്ണമായിട്ട് മൊത്തം നശിപ്പിച്ചു. 20 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളാണ് അനിൽകുമാർ. 6 വർഷമായി താളുംകണ്ടത്തേക്ക് രാത്രിയും പകലും ഓട്ടം പോകാറുണ്ട്. ആനകളെ കണ്ടിട്ടുണ്ടെങ്കിലും ആക്രമണം ആദ്യമായാണെന്ന് അദ്ദേഹം പറഞ്ഞു. 10-20 വർഷമായി ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. 6 വർഷമായി ഇപ്പോൾ താളുംകണ്ടം കുടിയിലേക്ക് പൊങ്ങഞ്ചോട് താളുംകണ്ടം അങ്ങനെ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട്. അവിടുന്ന് താളുംകണ്ടം മറ്റേ ആദിവാസികളെ മലങ്കുടികളെ കണ്ടാണ് ഓട്ടം പോകാറുള്ളത്. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും കുടിയിട്ട് ഓട്ടം ഉണ്ടാവും. ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ട്. അനിൽകുമാറിന്റെ ഉപജീവന മാർഗമാണ് ആനകളുടെ ശൗര്യത്തിൽ ഇല്ലാതായത്. അറ്റകുറ്റപ്പണി നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഓട്ടോറിക്ഷ. ഇനി എന്തു ചെയ്യുമെന്ന് വ്യക്തതയില്ല. ഇനിയിപ്പോൾ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം ഇത്. ഞാനും വൈഫും 2 മക്കളുമാണ്. ഇത് ഓടിച്ചാണ് ഞാൻ എൻ്റെ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുക ഇത് പോയതോടുകൂടി. അതിനെന്തെങ്കിലും ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി, എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ള അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. എനിക്കിനി ആണെങ്കിലും ഒരു വണ്ടി വേണം. ഈ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പണിയാനൊന്നും പറ്റില്ല വണ്ടി. അനിൽകുമാറിന് ധനസഹായം അനുവദിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം KS സനൂപ് ആവശ്യപ്പെട്ടു. ആകെ ഉപജീവനമാർഗമായിരുന്ന ഓട്ടോറിക്ഷ ഈ ഗതിയിലാക്കിയതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ നിൽക്കുകയാണ് അനിൽകുമാർ. ഇതിന് അരി മേടിക്കുന്നതിന് വേണ്ടി മാത്രം ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് താളുംകണ്ടംകുടിയിൽ പോയിട്ട് വന്ന വ്യക്തിയുടെ ഓട്ടോറിക്ഷയുടെ അവസ്ഥ ഇതാണ്. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ ഭാഗ്യത്താൽ മാത്രമാണ്. ഫോറസ്റ്റ് അധികാരികളും മറ്റ് ആൾക്കാരും ഇത് ബന്ധപ്പെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആനക്കൂട്ടം തകർത്ത ഓട്ടോറിക്ഷ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കോതമംഗലത്ത് വർക്ക്ഷോപ്പിൽ എത്തിച്ചു. പിക്കപ്പ് വാനിലാണ് ഓട്ടോറിക്ഷ കൊണ്ടുവന്നത്. GTV ന്യൂസ്, വടാട്ടുപാറ.